എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് മിക്സ്ചർ. വളരെ എളുപ്പത്തിൽ നമുക്കതങ്ങ് വീട്ടിലുണ്ടാക്കിയെടുത്താലോ. അത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഇതിനെ അങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ നല്ലതായിട്ട് കുഴച്ചെടുത്തോളൂ കേട്ടോ. ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കുന്നേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതായിട്ട് കുഴച്ചെടുക്കാം. കയ്യിലൊക്കെ ഒട്ടുന്നൊരു പരുവാണ് കേട്ടോ. ഇതിലെ 3/4 ഭാഗം നമുക്കങ്ങ് മാറ്റാം, 1/4 ഭാഗം സെപ്പറേറ്റ് ആക്കാം. ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അച്ചുണ്ടല്ലോ, ആ ഒരു ചില്ലി കൂടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. 3/4 ഭാഗം എടുത്തില്ലേ, അത് നമുക്ക് സേവനാഴിയിൽ നിറച്ച് കൊടുക്കാം. 1/4 ഭാഗം മാവിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ കലക്കിയെടുക്കാം. ഇതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് ഇതങ്ങ് മാറ്റി വെക്കാം. ചീനച്ചട്ടിൽ എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ സെവനാഴി നിറച്ചില്ലേ, ആ മാവ് ഇതിലോട്ട് ഇങ്ങനെ പീച്ചിട്ട് കൊടുക്കാമേ. പീച്ചിട്ട് കൊടുത്ത് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. പീച്ചിട്ട് കൊടുത്ത ഉടനെ തിരിച്ചിടരുത്, 1 മിനിറ്റ് ആയിട്ട് മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. തീ കുറച്ച് വെച്ചാണ് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ, എന്നാലേ നല്ലതായിട്ട് ക്രിസ്പി ആയി വരത്തുള്ളേ. അങ്ങനെ സെവനാഴിലുള്ള മൊത്തം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഈ രീതിയിൽ നമുക്കങ്ങ് പൊടിച്ചെടുക്കാം. ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കി വെച്ചിരിക്കുന്ന മാവ് ഒരു കിഴുത്തത്തവിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് തവി ചുറ്റിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല മണിമണി പോലെ എണ്ണയിലോട്ട് വീഴും. തീ കുറച്ച് വെച്ച് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. തീ കുറച്ച് വെച്ച് ഫ്രൈ ചെയ്താൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. ഒരു കുടം വെളുത്തുള്ളി, അതിൻ്റെ കരിന്തൊലിയൊക്കെ മാറ്റുക. എന്നിട്ട് തൊലിയോടുകൂടി തന്നെ 7 അല്ലി വെളുത്തുള്ളി എടുക്കുക. എന്നിട്ട് അതിനെ ചതച്ചെടുക്കുക. അത് ചതച്ചതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഇവിടെ എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒട്ടും വെള്ളം കാണരുത് കേട്ടോ. അടുത്തതായിട്ട് 1/2 കപ്പ് പച്ചക്കപ്പലിൻ്റെ എടുക്കുക. അതുപോലെ 3 ടേബിൾ സ്പൂൺ പൊട്ടുകടല എടുക്കുക. വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പില എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ചിട്ട് തന്നെ അതിനൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. അതുപോലെ പച്ചക്കപ്പലണ്ടി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. പച്ചക്കപ്പലണ്ടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് തീ കുറച്ചിട്ട് തന്നെ ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കപ്പലണ്ടി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട്. അതുപോലെ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. പൊട്ടുകടല ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കളർ മാറി ഇത് ഫ്രൈ ആയി വരുവേ. ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ അങ്ങ് കോരി മാറ്റാവുന്നതാണ്. എല്ലാം ഫ്രൈ ചെയ്ത് പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മിക്സ്ചറിന് നല്ല എരിവ് വേണം എന്നുണ്ടെങ്കിൽ എരിവുള്ള 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ആവശ്യത്തുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇത് നല്ല തണുത്ത് വന്നാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ചൂടോടെ പാത്രത്തിലിട്ട് അടച്ച് വെക്കരുത്. തണുത്തിട്ട് മാത്രം പാത്രത്തിലിട്ട് അടച്ച് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം.